വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. വെളിപാട് പുസ്തകം 1:3 നാം വായിച്ചു കേട്ടത്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും അത് കേൾക്കുന്നവരും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. വെളിപാട് പുസ്തകം ഏറ്റവും ഒടുവിലത്തെ അധ്യായം 22-ാം അധ്യായത്തിലും ഇതേ വാക്യം റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വെളിപ്പാട് പുസ്തകം ഒന്നിലധികം തവണ വായിക്കുവാൻ തയ്യാറാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇത് വായിക്കുന്നവർക്ക് ഒരു പ്രത്യേക അനുഗ്രഹം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. വെളിപ്പാട് എന്ന് മാത്രമല്ല, വേദപുസ്തകം അതിന്റെ ഏത് ഭാഗം വായിക്കുമ്പോഴും ദൈവവചനമായതുകൊണ്ട് അവിടെ എല്ലാം അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മെ തേടി വരുവാൻ അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തെ പറ്റി പറയുമ്പോൾ അത് വായിക്കുന്നവരും വായിച്ചു കേൾപ്പിക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. നമുക്കത് മനസ്സിലാകുവാൻ പ്രയാസമാണ് എന്ന് തോന്നാറുണ്ട്. ദിസ് ഈസ് എ ബുക്ക് ഓഫ് ഡൂം ആൻഡ് ഗ്ലൂം എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതൊക്കെയാണ് എങ്കിൽ തന്നെയും കഴിയുമെങ്കിൽ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിൽ നാം വായിക്കുക. ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരും. മറ്റ് കമന്ററികളോ മറ്റ് അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന നല്ല ബുക്കുകളോ വായിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് വായിക്കണം. നാം ഇതുമൂലം അനുഗ്രഹിക്കപ്പെടും. വെളിപ്പാട് പുസ്തകത്തിനെ 5 ഭാഗങ്ങളായിട്ട് നാം തരം തിരിച്ചാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ഉം 3-ഉം അധ്യായം, വെളിപ്പാട് പുസ്തകം 4 മുതൽ 18 വരെയുള്ള അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ഉം 20-ഉം അധ്യായം, വെളിപ്പാട് പുസ്തകം 21-ഉം 22-ഉം അധ്യായം. ഇങ്ങനെ 5 നിലകളിൽ തരം തിരിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ കഴിയുന്നത്രയും മറ്റ് പുസ്തകങ്ങളിലേക്ക്, ബൈബിളിലുള്ള മറ്റ് പുസ്തകങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ ശ്രമിക്കും. ചുരുക്കം ചിലയിടത്തെ പോവുകയുള്ളൂ. കാരണം ഇതെല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആകാതിരിക്കുവാൻ വേണ്ടി. എന്നാൽ ദാനിയേൽ പ്രവചനത്തിലേക്ക് ഒന്നിലധികം തവണ നമുക്ക് പോകേണ്ടതായിട്ടും ഉണ്ട്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തില് ഉയർത്തെഴുന്നേറ്റ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടി ഉള്ള യേശുവിനെ യോഹന്നാൻ തന്റെ ദർശനത്തിൽ കാണുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട യേശുവിനെ യോഹന്നാൻ നാട് കടത്തപ്പെട്ട പത്മോസ് ദ്വീപിൽ വെച്ച് കർത്തൃദിവസമായ ഞായറാഴ്ച പ്രഭാതത്തിൽ യോഹന്നാൻ ഒരു ദർശനത്തിൽ കാണുന്ന ദർശനം. അത് ദാറ്റ് ഈസ് ദ പാസ്റ്റ്. യോഹന്നാൻ കണ്ടു. പാസ്റ്റ് ഇവന്റ് ആണത്. യോഹന്നാൻ കണ്ടു. അപ്പോൾ പാസ്റ്റ് ഇവന്റ്. 2 ഇപ്പോൾ ഉള്ളത്. രണ്ടാമത്തെ പിരിവ്, രണ്ടാമത്തെ പാർട്ട് ഇപ്പോൾ ഉള്ളത്. വെളിപാട് പുസ്തകം 2-ാം അധ്യായവും 3-ാം അധ്യായവും. അവിടെ 7 സഭകൾക്ക് യോഹന്നാൻ കർത്താവിന്റെ നിർദ്ദേശപ്രകാരം ദൂത് എഴുതുകയാണ്, കത്തെഴുതുകയാണ്. ഓരോ സഭകളുടെയും കുറവുകളും ആ സഭകളുടെ നന്മകളും ആ സഭകൾ എന്ത് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം എന്നും യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തുന്നു. വെളിപാട് പുസ്തകം, അപ്പോൾ അത് പാർട്ട് 2. വെളിപാട് പുസ്തകം തുടങ്ങുന്ന 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എപ്രകാരമാണ് വായിക്കുന്നത്? 1:1
യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളതും തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, വെളിപ്പാട് പുസ്തകം തുടങ്ങുമ്പോ എഴുതിയിരിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എത്ര പേർക്ക് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട് അറിയുവാൻ ആഗ്രഹമുണ്ട്? നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്, അല്ലെ? യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട് എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. എന്നാൽ ഏറ്റവും കുറച്ച് വായിക്കുന്ന പുസ്തകത്തിലെ പ്രഥമ ശ്രേണിയിൽ പെടുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. കാരണം ഇത് ഭയപ്പെടുത്തുന്നതാണ്, ഇത് ഒത്തിരി കഷ്ടതകളുടെ ഒരു സംഭരണിയാണ്, ഇത് ന്യായവിധിയുടെ ഒരു പുസ്തകമാണ്. ഇങ്ങനെ ഒക്കെയുള്ള ചിന്തകൾ മൂലം പൈശാചികൻ ഇത് വായിക്കുന്നതിൽ നിന്ന് ദൈവമക്കളെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നു യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആർക്കും അറിയാതിരിക്കേണ്ടത് ഇല്ലേ? നമുക്ക് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിയണം. നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ അറിയുന്നത്? അതറിയുന്നത് നമുക്ക് ജീവനാണ്, അതറിയുന്നത് നമുക്ക് അനുഗ്രഹമാണ്, അറിയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നന്മയും ഭാഗ്യവുമാണ്. കർത്താവ് പറയുന്നു, സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ കണ്ടിരിക്കുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. യേശുവിനെ കണ്ട കണ്ണുകൾ ഭാഗ്യമുള്ളവരാണ് എന്ന് പറയുന്നു. നിങ്ങൾ കേട്ടവർ, നിങ്ങൾ കേട്ട വചനം ഭാഗ്യമുള്ളത്. ഞാൻ പറഞ്ഞ വചനം കേട്ടവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് അറിയുവാൻ ആഗ്രഹമില്ലേ? യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ, അറിയുവാൻ നമുക്ക് ആഗ്രഹമില്ലേ? അതുകൊണ്ട് നാം ഈ പുസ്തകം വായിക്കണം. ഇനിയും ഈ പുസ്തകത്തിന്റെ ഭയാനകമായ വിഷയങ്ങളൊക്കെ ഇതിൽ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും, ന്യായവിധി ഉണ്ട് എന്നിരുന്നാൽ തന്നെയും, ഇതിന്റെ കാതലായ ഒരു സംഭവം ഞാനിവിടെ പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ മഹത്വീകരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ദർശനം കണ്ട യോഹന്നാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണുപോയി. എന്തുകൊണ്ടാ ഇത് സംഭവിച്ചത്? കാരണം യേശുക്രിസ്തുവിന്റെ മാർവോട് ചേർന്നിരുന്ന പ്രിയ അരുമ ശിഷ്യനായ യോഹന്നാൻ അപ്പസ്തോലൻ ഇന്ന് യേശുവിനെ കണ്ടപ്പോൾ അവൻ ഓടിച്ചെന്ന് യേശുവിന്റെ മാർവിലേക്ക് വീഴുന്നതിന് പകരം അവൻ മരിച്ചവനെ പോലെ അവൻ മരിച്ചു. യോഹന്നാൻ മരിച്ചു. യേശുവിന്റെ കാൽപാദത്തിങ്കിലേക്ക് അവൻ ബോധരഹിതനായി മരിച്ചവനെ പോലെ വീണുപോയി. നേരത്തെ ആയിരുന്നുവെങ്കിൽ ഓടിച്ചെന്ന് അവന്റെ മാർവോട് ചേർത്ത് ഇരുന്നവനെ ചുംബിക്കുന്ന യോഹന്നാൻ ഇതാ മരിച്ചവനെ പോലെ ആയിത്തീർന്നു. എന്തുകൊണ്ടാണ്? കാരണം he is in a glorified body. പണ്ടൊരിക്കൽ യേശു ഭൂമിയിൽ നടന്നപ്പോൾ അവന്റെ ഇന്നർ സർക്കിളിൽ പെടുന്ന പത്രോസും യാക്കോബും ഈ യോഹന്നാനും ഒരിക്കൽ ഇതുപോലെ ബോധക്ഷയത്തിൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബോധക്ഷയത്തിൽ അകപ്പെട്ടു പോയി എന്നാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നായിരുന്നു മാറോട് ചേർന്ന് ഇരുന്ന ഈ ശിഷ്യന്മാർ ഒരിക്കൽ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ മറുരൂപമലയിലേക്ക് ശിഷ്യന്മാരുമായി കടന്നു ചെന്ന് യേശു തന്റെ ശരീരമാകുന്ന തിരശ്ശീല ഒന്ന് മാറ്റിയിട്ട് അവരുടെ മുൻപിൽ
തേജസ്കരിക്കപ്പെട്ട യേശുവിനെ അല്പസമയത്തേക്ക് ഒന്ന് കാണിച്ചപ്പോൾ പത്രോസിനും യാക്കോബിനും ഈ യോഹന്നാനും ആ തേജസ്കരിക്കപ്പെട്ട യേശുവിന്റെ മുൻപിൽ നിൽക്കുവാൻ ത്രാണിയില്ലാതെ അവർ അവിടെ വീണുപോയി. അവർ ഉറങ്ങിപ്പോയി. മയക്കത്തിലേക്ക് അവർ വീണുപോയി. അവർക്കൊന്നും മനസ്സിലായില്ല. അവർ ഭയചകിതരായിപ്പോയി. വീണ്ടും ജനിച്ച നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ്, വീണ്ടും ജനിച്ച നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹം എന്ന തിരശ്ശീല ഒന്ന് മാറിയാൽ ഇത് തന്നെയാണ് എന്ന് പറയുവാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ പോലെ ഉള്ള ഒരു ആത്മാവ്, യേശുവിനെ പോലെ തേജസ്കരിക്കപ്പെട്ട ഒരു ആത്മാവ് നമ്മുടെ ദേഹം എന്ന തിരശ്ശീലയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. We have a born again spirit that is as glorified as Jesus was. യേശു ആയിരിക്കുന്നത് പോലെ മഹത്വീകരിക്കപ്പെട്ട ആത്മാവുള്ള വ്യക്തികളാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. യോഹന്നാൻ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ മഹത്വീകരിക്കപ്പെട്ട യേശുവിനെ കണ്ടുകൊണ്ട് താൻ മയങ്ങി വീണു. താൻ ബോധരഹിതനായി മരിച്ചവനെ പോലെ യേശുവിന്റെ കാൽപാദത്തിങ്കൽ വീണുപോയി. കാരണം യോഹന്നാൻ തന്നോട് സംസാരിച്ച ശബ്ദം എന്ന് കേൾക്കുവാൻ താൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഹിമം പോലെ വെളുത്ത തലമുടിയുള്ള, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി കണ്ണ് തീജ്വാലയ്ക്ക് സമമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുകയാണ്. അവന്റെ വാ തുറന്ന് അവൻ സംസാരിക്കുമ്പോൾ തീജ്വാല പോലെ, ഇരുവായ്ത്തല പോലെ വാള് പുറപ്പെട്ട് വെട്ടിക്കീറുന്ന നിലയിൽ പുറപ്പെടുന്ന ശബ്ദം അവൻ പുറപ്പെടുവിക്കുന്നു. അവൻ വായ് തുറന്ന് ശബ്ദമുണ്ടാക്കുമ്പോൾ വലിയ സമുദ്ര തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ തിരമാലകൾ ആഞ്ഞടിച്ച് കരയിലേക്ക് തട്ടിക്കയറുന്നത് പോലെയുള്ള വലിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ അവിടെ നിന്ന് കേൾക്കുന്നു. തന്റെ ശരീരത്ത് മാറത്ത് താനൊരു വലിയ കുപ്പായം, ഹിമം പോലെ വെളുത്ത ഒരു കുപ്പായം താൻ ഇട്ടിരിക്കുന്നു. മാറത്ത് അവൻ പൊൻകച്ച ധരിച്ചിരിക്കുന്നു. തന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നത് അവൻ കാണുന്നു. നമുക്ക് സൂര്യനെ നട്ടുച്ചയ്ക്ക് നമ്മുടെ കണ്ണു തുറന്ന് നമുക്കൊന്ന് നോക്കുവാൻ പ്രയാസമായിരിക്കെ ഇങ്ങനെയുള്ള ഒരു ഫിഗറാണ് യോഹന്നാൻ താൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ശബ്ദത്തിന്റെ ഉറവിടം എന്താണെന്ന് അറിയുവാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. അല്ല, ഇനിയും യോഹന്നാൻ കുനിഞ്ഞു. തന്റെ കണ്ണുകൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ സാധിക്കാതെ യോഹന്നാൻ താഴേക്ക് കുനിഞ്ഞപ്പോൾ ഉലയിൽ ഇട്ട് പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായി, ലൈക്ക് എ ബ്രോൺസ് സ്പീഡ് ഹീറ്റഡ് അപ്പ് ഇൻ ദ ഫർണസ്, അങ്ങനെ ഒരു കാൽപാദമാണ് യോഹന്നാൻ കാണുന്നത്. ഇത് കണ്ടാൽ ആരാണ് മരിച്ചവരെ പോലെ വീഴാതിരിക്കുന്നത്? സൂര്യനെ നോക്കുവാൻ നമുക്ക് സാധിക്കാതിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു രൂപം കാണുമ്പോൾ അരുമ ശിഷ്യനായ യോഹന്നാൻ അവന്റെ കാൽ കീഴിൽ മരിച്ചവനെ പോലെ വീണുപോയി. ഇതേ ഭയാനകമായ അനുഭവങ്ങളാണ് തുടർന്ന് വരുന്ന ചാപ്റ്ററുകളിൽ നാം ഇനിയും വായിക്കുവാൻ പോകുന്നത്, പഠിക്കുവാൻ പോകുന്നത്. ഞങ്ങൾ ഇതൊരുമിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ റെയ്ന പറഞ്ഞു, ഈ ട്രാക്റ്റുകൾ പോലും നമ്മൾ ഇന്ന് അവിടെയും ഇവിടെയും കൊടുക്കുന്ന ട്രാക്റ്റുകൾ ഒരുപക്ഷെ അവർ വായിച്ചിട്ടെറിഞ്ഞ് ട്രാഷിലോട്ട് എറിയുമ്പോൾ ഒരു പക്ഷേ ആ മഹോപദ്രവ കാലത്ത് 7 വർഷത്തെ സംവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, റാപ്ചറിന് ശേഷം പ്രവേശിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് നാം ഓരോരുത്തരും കൊടുത്ത ട്രാക്റ്റുകൾ, നാം ഓരോരുത്തരും ഷെയർ ചെയ്ത വചനങ്ങള് അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും അവര് കർത്താവിന്റെ മുമ്പാകെ മുട്ടുമടക്കുകയും ചെയ്യുകയില്ലേ? നമ്മൾ ഓരോരുത്തരും ഷെയർ ചെയ്യുന്ന വചനം, ഇന്ന് പറയുന്ന വചനം അവർ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് തുപ്പിക്കളയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ആ വചനം കിടക്കും. ആ വചനം
ഈവൻ ഒരു പക്ഷെങ്കിൽ റാപ്ചറിന് ശേഷം മഹോപദ്രവ കാലത്തേക്ക് നടക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ വലിയ അവൈക്കണിങ്, ആ വലിയ റിവൈവലിന് അവരത് മുട്ടുമടക്കും. അത് ഓർമ്മ വരികയും അവരതിന്റെ മുൻപിൽ മുട്ടുമടക്കുകയും ചെയ്യും. റാപ്ചർ നടന്ന ശേഷം മഹോപദ്രവകാലം 7 വർഷക്കാലം തുടങ്ങാനിരിക്കുകയാണ്. എന്നാൽ ആരംഭത്തിങ്കൽ തന്നെ അതിഭയങ്കരമായ ഒരു അവൈക്കണിങ്, അതിഭയങ്കരമായ ഒരു റിവൈവല് ഈ ഭൂഗോളം മുഴുവനായിട്ട് വ്യാപരിക്കുവാൻ പോവുകയാണ്. കർത്താവ് വന്നു. കൈവിടപ്പെട്ട ഒരു വലിയ കൂട്ടം ജനാവലികൾ കർത്താവിന്റെ വചനം കേൾക്കുകയും അവരത് തിരസ്കരിക്കുകയും ചെയ്ത ആ വലിയ കൂട്ടം ജനാവലികൾ ഇന്ന് തങ്ങൾ കേട്ട വചനം ഓർക്കുവാൻ പോവുകയാണ്. അവർ ദൈവത്തിന്റെ മുൻപാകെ, യേശുവിന്റെ മുൻപാകെ മുട്ടുമടക്കി പറയുക, രക്ഷിക്കണമേ, ഞങ്ങളെയും രക്ഷിക്കണമേ എന്ന് പറയുവാൻ പോകുന്ന സമയം വരികയാണ്. റിവൈവൽ വരികയാണ്, അവൈക്കനിങ് വരികയാണ്. നാം പറയുന്ന വാക്ക്, വചനം ഇന്ന് ആരെങ്കിലും തട്ടിക്കളയുന്നുവെങ്കിൽ അത് അന്നെങ്കിലും അവർക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് ആരും മൗനമായി ഇരിക്കരുത്. വചനം ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഭയാനകമായ വസ്തുതകൾ നാം പഠിക്കുവാൻ പോകുന്നതിന് മുമ്പ് ആമുഖമായിട്ട് മരിച്ചവനെ പോലെ തന്റെ കാൽ കീഴിൽ വീണ യോഹന്നാനെ നോക്കി കർത്താവ് പറയാൻ പോകുകയാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ ഭയാനകമായ ന്യായവിധി നിന്നോട് പറയുവാൻ പോവുകയാണ്. നീ ഈ ബോധക്ഷയത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ പുസ്തകം നീ എഴുതണം. നീ ആ പുസ്തകം എഴുതുമ്പോൾ ഇനിയും നീ ഭയപ്പെടാൻ പോവുകയാണ്. എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയുവാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം വായിക്കാം, 1-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നെ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. മരിച്ചവനെ പോലെ യേശു ക്രിസ്തുവിന്റെ കാൽക്കൽ വീണ യോഹന്നാനോട് പറയുകയാണ്. അവന്റെ തലയിൽ കൈവച്ച ശേഷം പറയുകയാണ്, നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട ഈ പുസ്തകം പഠിക്കുവാൻ, ഭയപ്പെടേണ്ട ഈ പുസ്തകം വായിക്കുവാൻ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വെച്ചിരിക്കുന്നവനായ ഞാൻ പറയുകയാണ്, നീ ഇപ്പോൾ കണ്ടതും ഞാൻ ഇപ്പോൾ ഉള്ളതും ഇനിയും വരാനിരിക്കുന്നതുമായ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഇനിയും നീ എഴുതുവാൻ നിനക്കുള്ള ബലം എന്താണെന്ന് അറിയാമോ? ഇത് വായിക്കുവാൻ, ഇത് പഠിക്കുവാൻ നമുക്കോരോരുത്തർക്കുമുള്ള ബലം എന്താണെന്ന് അറിയാമോ? ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇനിയും മരണത്തിന് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല. ഞാൻ മരണത്തെ കീഴ്പ്പെടുത്തി. ഇതാ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഭയാനകമായ ഈ ജഡ്ജ്മെന്റ്, ഭൂതലത്തിൽ വസിക്കുന്ന ജനങ്ങളുടെ മേൽ വരുവാനിരിക്കുന്ന ഈ ന്യായവിധിയെ പറ്റി നീ എഴുതുക. നീ ഭയപ്പെടേണ്ട. ആദ്യം തന്നെ കർത്താവ് പറയുന്നത്, നമ്മളോട് പറയാനുള്ള വാക്ക്, ഭയപ്പെടേണ്ട. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഒപ്പമുണ്ട്. ഭയപ്പെടേണ്ടത് വായിക്കുവാൻ, ഭയപ്പെടേണ്ടത് പഠിക്കുവാൻ. ഇത് കർത്താവിന്റെ വെളിപ്പാടാണ്. നാം ഇനിയും വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ മഹത്വീകരിക്കപ്പെട്ട യേശുവിനെ കണ്ടു. നാം മുൻപോട്ട് പോകുമ്പോൾ 7 വർഷത്തെ മഹോപദ്രവ കാലത്തിൽ വെള്ളക്കുതിര, ചുമന്ന കുതിര, കറുത്ത കുതിര, പച്ചക്കുതിര, ഇങ്ങനെ പല വിഷയങ്ങള് ഉണ്ട്. അതിലുണ്ട് 6 മുദ്രകൾ
ഓപ്പൺ ചെയ്യുന്നതായിട്ടുണ്ട്. ഒരു ചുരുളിന്റെ 6 മുദ്രകൾ ഓപ്പൺ ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പോൾ അനേക ജഡ്ജ്മെന്റ് ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 സാക്ഷികൾ, ദൈവം സ്വർഗത്തിൽ നിന്ന് അയക്കുന്ന 2 സാക്ഷികൾ എല്ലാത്തിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ തീയിൽ നിന്ന് അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവർക്കെതിരെ വരുന്ന സൈന്യങ്ങളെ, ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷിയാകുന്ന 2 സാക്ഷികളെ കാണാം. 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റിനെ നമുക്ക് അവിടെ കാണാം. അവര് അതിശക്തമായിട്ട് ധൈര്യത്തോടുകൂടി യേശു ക്രിസ്തുവിന്റെ വചനം പ്രൊക്ലെയിം ചെയ്യുന്ന 144,000 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റിനെ കാണാം. ഇനിയും മനുഷ്യരുടെ ഇടയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ കാണാം, ആന്റി ക്രൈസ്റ്റിനെ കാണാം, ഡ്രാഗണെ കാണാം, സർപ്പത്തെ കാണാം, കള്ളപ്രവാചകനെ കാണാം, ഫോൾസ് പ്രോഫറ്റിനെ കാണാം, മഹദിയാം ബാബിലോണിനെ കാണാം. 1 മണിക്കൂർ കൊണ്ട് ബാബിലോണിന്റെ അന്ത്യം അടുക്കുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം കാണുമ്പോഴും ഇതൊന്നുമല്ല റാപ്ചർ നമുക്ക് കാണാം. എന്നാൽ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈബർ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, മറിച്ച് ജീസസ് ഈസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് ദ സ്റ്റോറി. യേശു ആണ്, തന്റെ കരങ്ങളിലാണ് ഇതിന്റെ നിയന്ത്രണം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വെച്ചിരിക്കുന്ന ഒരുവന്റെ കൂടെ കരം പിടിച്ചുകൊണ്ട്, അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ കൂടെ കരം പിടിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ വിഷയങ്ങളിൽ കൂടി സഞ്ചരിച്ച് മുൻപോട്ട് പോകുന്നത്. യേശുവാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ കീ ഫിഗർ. ആന്റി ക്രൈസ്റ്റ് അല്ല, എതിർ ക്രിസ്തു അല്ല, ഡ്രാഗൺ അല്ല, ഫോൾസ് പ്രോഫറ്റ് അല്ല, 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റ് അല്ല, ആ 2 വിറ്റ്നസ് അല്ല, 2 സാക്ഷികളല്ല. യേശുവാണ് ഇതിന്റെ കഥാബിന്ദു. മില്ലേനിയം അല്ല, ഇറ്റേണിറ്റി അല്ല. ഇതിലെ പ്രധാന കീ പോയിന്റ്, കീ ഫിഗർ യേശുവാണ്. അതുകൊണ്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഭയം കൂടാതെ, നാം ഓരോരുത്തരും ഭയപ്പെടാതെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വെച്ചിരിക്കുന്നവനായ യേശുവിന്റെ കരം പിടിച്ചുകൊണ്ട് നാം നടക്കുകയാണ്. ദാവീദ് വിളിച്ചു പറയുന്നു, മരണനിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. Even though I walk through the valley of the shadow of death, I will fear no evil, because you are with me. നീ എന്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ കരം പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പിരിവ് എന്ന് പറഞ്ഞത് 5 ഘട്ടങ്ങളിലായി വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ പിരിവ് എന്ന് പറയുന്നത് പാസ്റ്റ്, അതായത് യോഹന്നാൻ കണ്ടത്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. ഇപ്പോൾ ഉള്ളത് പ്രസന്റ്, അതായത് 7 സഭകൾക്കുമുള്ള ദൂത്. 7 സഭകളിൽ 2 സഭകളെ പറ്റി യാതൊരു കുറവും കർത്താവ് പറയുന്നില്ല. അതേതൊക്കെയാണ്? അത് നിങ്ങളുടെ പഠനത്തിലേക്ക് ഞാൻ വിടുകയാണ്. കണ്ടുപിടിക്കണം. 7 സഭകളിൽ ഏത് 2 സഭകൾക്ക് കർത്താവ് യാതൊരു കുറവും പറയുന്നില്ല? ഏത് സഭകളാന്ന് നാം കണ്ടുപിടിക്കണം, വായിക്കണം, കണ്ടുപിടിക്കണം. അപ്പോൾ 2-ാം അധ്യായം, 2ഉം 3ഉം അധ്യായം പ്രസന്റ്, 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ മഹോപദ്രവകാലം അല്ലെങ്കിൽ 7 വർഷത്തെ സംഭവങ്ങളാണ് 4-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ വിവരിക്കുന്നത്. എതിർ ക്രിസ്തു ഭൂഗോളത്തെ അടക്കി വാഴുന്ന ഒരു സമയം, 7 വർഷം അല്ലെങ്കിൽ ഒരു ആഴ്ചവട്ടം എന്ന് ദാനിയേലിന്റെ ഭാഷയിൽ പറയും. ഒരാഴ്ചവട്ടം എന്ന് ദാനിയേൽ പറയുമ്പോൾ 7 വർഷം എന്ന വർഷക്കണക്കിൽ നമ്മൾ പറയുന്ന 7 വർഷത്തെ ചരിത്രങ്ങളാണ്, ചരിത്രമല്ല, സംഭവ വികാസങ്ങളാണ്
വെളിപ്പാട് പുസ്തകം 4 മുതൽ 18 വരെയും വിവരിക്കുന്ന വിവരണം. 3-ാം ഭാഗം അങ്ങനെ കഴിയുന്നു. 19ഉം 20ഉം അധ്യായങ്ങള് മില്ലേനിയം അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയെ പറ്റി പറയുകയാണ്. മില്ലേനിയം സഹസ്രാബ്ദ വാഴ്ചയെ പറ്റി പറയുകയാണ്. അവിടെ ഇൻട്രസ്റ്റിംഗ്ലി ഒരു കാര്യം പറയട്ടെ. സഹസ്രാബ്ദ വാഴ്ചയിൽ, മില്ലേനിയത്തിൽ അവിടെ ദേവാലയമുണ്ട്, ഒരു പുതിയ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ യാഗവുമുണ്ട്. എന്തിനാണ്? എസെക്കിയേല് 40-ാം അധ്യായം മുതല് 48-ഓ 49-ഓ അധ്യായം വരെ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ മില്ലേനിയൽ ടെമ്പിളിനെ പറ്റി, അവിടെ നടക്കുവാൻ പോകുന്ന മൃഗബലിയെ പറ്റി വീണ്ടും പറയുന്നുണ്ട്. എന്തിനാണ്? ബലി കഴിഞ്ഞതല്ലേ? അത് നമുക്ക് ഓൺ ദ വേയില് നമുക്കത് ചിന്തിക്കാം. മില്ലേനിയൽ ടെമ്പിൾ 1000 ആണ്ട് സഹസ്രാബ്ദത്തിൽ അവിടെ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ മൃഗബലിയുമുണ്ട്. എന്നാൽ സമാഗമന കൂടാരത്തിൽ നിന്നും ശലോമോന്റെ ദേവാലയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്, ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് മില്ലേനിയൽ ടെമ്പിള് പണി കഴിച്ചിരിക്കുന്നത് എന്ന് എസെക്കിയേൽ പറയുന്നു. 19ഉം 20ഉം അധ്യായത്തിൽ മില്ലേനിയൽ ടെമ്പിളിനെ പറ്റി വിവരിക്കുന്ന 4-ാം ഭാഗം. 5-ാം ഭാഗം വെളിപ്പാട് പുസ്തകം 21ഉം 22ഉം അധ്യായം ഇറ്റേണിറ്റി അഥവാ നിത്യതയെ പറ്റി പറയുകയാണ്. ഇറ്റേണിറ്റി അഥവാ നിത്യതയെ പറ്റി യോഹന്നാൻ പറയുകയാണ്. 22ഉം 21ഉം 22ഉം അധ്യായം. അങ്ങനെ 5 ഭാഗങ്ങളായിട്ട് വെളിപ്പാട് പുസ്തകത്തിനെ തിരിക്കുന്നു. 1-ാം അധ്യായം പാസ്റ്റ്, 2ഉം 3ഉം അധ്യായം ഇപ്പോൾ ഉള്ളത് പ്രസന്റ്, 4 മുതൽ 19 വരെയുള്ള അധ്യായം ട്രിബുലേഷൻ അല്ലെങ്കിൽ മഹോപദ്രവകാലം, 7 വർഷത്തെ സംഭവ വികാസങ്ങൾ വിവരിക്കുന്നു. 19ഉം 20ഉം അധ്യായം മില്ലേനിയം 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ചയെ പറ്റി പറയുന്നു. 21ഉം 22ഉം അധ്യായം നിത്യത അല്ലെങ്കിൽ ഇറ്റേണിറ്റിയെ പറ്റി അവിടെ യോഹന്നാൻ താൻ കണ്ട കാര്യം വിവരിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യം വായിച്ച് നമുക്ക് അവിടെ നിർത്താം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിന് വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞും ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടു അന്നു മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, തുടർന്ന് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, തനിക്ക് വേണ്ടി അല്ലാതാനും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പരജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പാളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവർ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവർ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മേച്ചതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവർ വരും. നിർണയപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഞാൻ ഓടിച്ച് മാത്രം ഇത് പറയാം. ദാനിയേൽ പറയുകയാണ്, യെരൂശലേം നഗരത്തിനും നിന്റെ ജനത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു.
ഒരു ആഴ്ച വട്ടം, ഇംഗ്ലീഷിൽ വീക്സ് എന്നേ ഉള്ളൂ, 70 വീക്സ് ആർ അപ്പോയിന്റഡ് ഫോർ യു ആൻഡ് യുവർ ഹോളി സിറ്റി. ആഴ്ചവട്ടം ഒരു ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷം. ഒരു ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷം. ഈ 70 ആഴ്ചവട്ടത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ് വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ റെവലേഷൻ. അവിടെ ആ 70 ആഴ്ചവട്ടത്തിന് ആദ്യത്തെ 7 ആഴ്ചവട്ടം അല്ലെങ്കിൽ 7 49 വർഷം, പിന്നീട് 62 ആഴ്ചവട്ടം. അപ്പോ 62ഉം 7ഉം 69 ആഴ്ചവട്ടം, ഇനിയും വരുവാനിരിക്കുന്ന ഒരു ആഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷം. അതാണ് മഹോപദ്രവകാലം അല്ലെങ്കിൽ ടൈം ഓഫ് ട്രിബുലേഷൻ പീരിയഡ് എന്ന് പറയുന്ന 7 വർഷം. ഡാനിയേൽ പറയുകയാണ്, എന്തിനാണ് ഈ 70 ആഴ്ചവട്ടം യഹൂദന് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത്. To finish transgression and to make an end of sins, to make reconciliation for iniquity, and to bring in everlasting righteousness, to seal up vision and prophecy, and to anoint the most holy one. 70 ആഴ്ചവട്ടത്തിന് 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ നടക്കുന്ന സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആ പാപത്തിന്, ടു ഫിനിഷ് ട്രാൻസ്ഗ്രഷൻ, ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻ, ആൻഡ് ടു മേക്ക് റെക്കൺസിലിയേഷൻ reconciliation for iniquity, and to bring in everlasting righteousness. നിത്യ നിയമം, സമാധാനം കൊണ്ടുവരുവാൻ, പാപത്തിന് അതിക്രമത്തിന് അറുതി വരുത്തുവാൻ, ഒരു അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് വരെ anointed one shall be cut off from among your generation, not for his own sake but for your sake. ഒരു അഭിഷിക്തൻ തനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ഛേദിക്കപ്പെടുമ്പോൾ പാപത്തിന് പരിഹാരം വരും, പാപത്തിനും അകൃത്യത്തിനും പരിസമാപ്തി വരും. നിത്യ സമാധാനം, നിത്യ നിയമം, നിത്യനീതി അവൻ നിങ്ങളിലേക്ക് നൽകിത്തരും എന്ന് പറയുന്നു. സോ 62 ആഴ്ചവട്ടത്തെ 70 ആഴ്ചവട്ടത്തെ തരംതിരിച്ചിരിക്കുന്നത് 3ആയിട്ടാണ്. 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, ഇനിയും ഒരാഴ്ചവട്ടം. ഈ 69 ആഴ്ചവട്ടത്തിനും 70 ആഴ്ചവട്ടത്തിനും ഇടയിലുള്ള സമയത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. 69നും 70നും ഇടയ്ക്കായിട്ട്. അതിനെപ്പറ്റി ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, സമയം മുൻപോട്ട് പോകുന്നു, ഞാൻ ഇവിടെ നിർത്തുകയാണ്. 27ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഒരു ആഴ്ചവട്ടം, അതായത് 7 years. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആര്? എതിർ ക്രിസ്തു, ആന്റൈ ക്രൈസ്റ്റ്. അവൻ ആ ഒരു 7 വർഷം പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അതായത് 3.5 വർഷക്കാലം ആകുമ്പോൾ, 7 വർഷത്തിന്റെ പകുതി, 3.5 വർഷക്കാലം കഴിയുമ്പോൾ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. യഹൂദന്റെ ദേവാലയത്തിൽ നിന്ന്, ദേവാലയം പണിതില്ല, യഹൂദൻ ദേവാലയം പണിയും. ആ ദേവാലയത്തിൽ നിന്ന്, യെരൂശലേമിൽ നിന്ന് എതിർ ക്രിസ്തു 3.5 വർഷക്കാലം, ആദ്യത്തെ 3.5 വർഷക്കാലം കഴിയുമ്പോൾ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. ഹല്ലേലൂയ. ഈ ഒരു ഭാഗം നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്നാൽ നാം ഇനിയും നാം ഒരുമിച്ച് ചേർന്ന് ഈ യാത്ര ചെയ്യുവാൻ പോകുന്നത്, വെളിപ്പാട് പുസ്തകത്തിന്റെ താളുകളിൽ കൂടി യാത്ര ചെയ്യുവാൻ പോകുന്നത് നാം ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ, നമ്മൾ ഇത് ഒരുമിച്ച് ചേർന്ന് പഠിക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല ഈ താളുകളിൽ കൂടി യാത്ര ചെയ്യുന്നത്. നമ്മുടെ കൂടെ അപ്പസ്തോലനായ യോഹന്നാനുണ്ട്,
നമ്മുടെ കൂടെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വെച്ചിരിക്കുന്ന നിസ്തുല്യനായ യേശു കരങ്ങളാൽ നമ്മെ ബന്ധിച്ചിരിക്കുകയാണ്. അവന്റെ കരവലയത്തിനുള്ളിൽ നാം ആയിരിക്കുകയാണ്. അവിടെ നാം പിതാവിനെ കാണുന്നുണ്ട്, അവിടെ നാം ദൂതന്മാരെ കാണുന്നുണ്ട്. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ദൂതന്മാരെ, അവർ ആർപ്പ് വിളിക്കുന്ന ആഘോഷത്തിരകളോടുകൂടി കൊട്ടിഘോഷിക്കുന്ന ദൂതന്മാരെ അവിടെ കാണുന്നുണ്ട്. 24 മൂപ്പന്മാരെ, 24 എൽഡേഴ്സിനെ കിരീടധാരികളായി, സ്വർണ്ണ കിരീടധാരികളായി, കയ്യിൽ ഹാർപ്പ് പിടിച്ചുകൊണ്ട്, മറ്റൊരു കയ്യിൽ ധൂപക്കുറ്റി എടുത്തുകൊണ്ട് 24 സിംഹാസനത്തിൽ വാണരുളുന്ന 24 മൂപ്പന്മാരെ നാം അവിടെ ചെല്ലുമ്പോൾ കാണുന്നുണ്ട്. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ചുറ്റും 4 ജീവികൾ. ഒന്നിന്റെ മുഖം സിംഹത്തിന് സദൃശ്യം, മറ്റതിന്റെ മുഖം കാളയ്ക്ക് സദൃശ്യം, മറ്റതിന്റെ മുഖം മനുഷ്യന് സദൃശ്യം, നാലാമത്തതിന്റെ മുഖം പറക്കുന്ന ഈഗിളിന്, പറക്കുന്ന കഴുകന് സദൃശ്യം. ആ 4 ജീവികളെ കാണുന്നുണ്ട്. ആ 4 ജീവികളും ആർപ്പോടുകൂടി കുഞ്ഞാടിനെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും അത്യുന്നതന്റെ പുത്രൻ, അത്യുന്നതനായവന് മഹത്വം അർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിക്കുന്നത് കാണുന്നുണ്ട്. നമുക്കും അവനെ അവിടെ താണു വീണ്, അത് കാണുമ്പോൾ, അത് ദർശിക്കുമ്പോൾ നമുക്കും അവനെ താണു വീണ് അവന്റെ മുൻപിൽ മുട്ടുകുത്താം. ആ യേശുവിനെ നാം ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതോർത്ത്, ആ യേശു നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ രാജാവും രക്ഷിതാവും, നമ്മുടെ ജീവിതത്തിന്റെ കിങ്ങുമായിട്ട് അവനെ നമുക്ക് അവരോധിക്കുവാൻ സാധിച്ച ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ കാരണവശാൽ തന്നെ അവൻ നമ്മോടൊപ്പം വെളിപ്പാടിന്റെ താളുകളിൽ കൂടി അവൻ നമ്മോടൊപ്പം കടന്നു വരികയാണ്. നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. ഇത് പ്രത്യാശ നൽകുന്ന പുസ്തകമാണ്. ഇത് ഭാവി കാലത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പുസ്തകമാണ്. ഈ ലോകത്തിന്റെ ഘടികാരം, ലോകത്തിന്റെ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഇസ്രയേലിന്റെ ഭാവി കാലത്തേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. തന്നെയുമല്ല, വെളിപാട് പുസ്തകത്തിലെ 7 വർഷം മഹോപദ്രവകാലം നടക്കുമ്പോൾ അന്ന് നാം ആരും ഭൂമിയിൽ ഉണ്ടായിരിക്കത്തില്ല. അതിനു മുമ്പ് നടക്കുന്ന ഉൽപ്രാപണത്തിൽ അല്ലെങ്കിൽ റാപ്ചറിൽ നാം എല്ലാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. നാം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ആ രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് മടങ്ങി വരുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ് അവന്റെ കാന്തയായ മണവാട്ടി സഭ, ദ ബ്രൈഡ്. അവന്റെ കാന്തയായ മണവാട്ടി സഭയാകുന്ന നമ്മൾ ഓരോരുത്തരും അവനോടൊപ്പം മടങ്ങി വരുവാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടുകൂടി കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന്റെ താളുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഒന്നിലധികം തവണ ഇത് വായിക്കുക. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.